മുഖ്യമന്ത്രിയും സർക്കാരും കൂടി ഗവർണറോട് കളിച്ച് പണി പാളാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത് കേട്ടോ. ഇന്നും കൊല്ലത്ത് അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി പ്രതിഷേധം ഉയർത്തുകയും അതിനെതിരെ അതിനേക്കാളും വലിയ ശക്തമായിട്ട് അദ്ദേഹം വാഹനത്തിൽ നിന്ന് ചാടി പുറത്തിറങ്ങി കസേരയിൽ ഇരുന്ന് പ്രതിഷേധമൊക്കെ നടത്തിയതോടുകൂടി ഒരു ലോക ശ്രദ്ധ അതിന് കിട്ടിയിരിക്കുകയാണ്. ഗവർണർക്ക് ഇനി മുതൽ CRPFന്റെ Z+ സെക്യൂരിറ്റിയാണ് കിട്ടാൻ പോകുന്നത്. ഇതിലൂടെ മറ്റൊരു കാര്യമാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത്. ഗവർണർ ആക്രമിക്കപ്പെട്ടാൽ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാൻ കേന്ദ്രത്തിനാവും. രാജ്ഭവനും ഗവർണർക്കും കേന്ദ്രസേനയുടെ സുരക്ഷ വന്നേക്കും. ഇതോടുകൂടി ഇനി അങ്ങോട്ടേക്കുള്ള പ്രതിഷേധങ്ങൾ കരുതലോടെ മതിയെന്നാണ് സർക്കാർ തീരുമാനം. വെറുതെ എന്തിനാ വടി കൊടുത്ത് അടി മേടിച്ച് സർക്കാരും നഷ്ടപ്പെട്ട് വഴിയാധാരമായി പോകുന്നത്? ഇനിയും 2-2.5 വർഷം ബാക്കിയുണ്ടല്ലോ. എന്തു തന്നെയായാലും ഗവർണർ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ഭരണത്തലവനാണ്. അപ്പൊ തലവനെതിരെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ അത് മൊത്തത്തിൽ സർക്കാരിന്റെ തലവര മാറ്റപ്പെട്ടേക്കാം. അതുകൊണ്ട് SFI പിള്ളേരോടും DYFIക്കാരോടും ഒന്ന് പറഞ്ഞുതരാം. അവർ ചിലപ്പം ഇതൊന്നും ആലോചിക്കാതെ ഗവർണർ എന്തെങ്കിലും ചെയ്താലേ പിണറായി വിജയ താഴെ ഇറങ്ങേണ്ടി വരും.